CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘം കരൂരിലെത്തി. ദുരന്തഭൂമി സന്ദർശിക്കുന്ന സംഘം ഉച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനം നടത്തും. സച്ചിൻ വള്ളിക്കാട് കരൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, MA ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘം കരൂരിലെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഈ സംഘത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. മറ്റാരൊക്കെയാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടത്? മറ്റു വിവരങ്ങൾ കൂടി. പോളിറ്റ് ബ്യൂറോ അംഗം യു വാസുകി, എംപിമാരായ കെ രാധാകൃഷ്ണൻ, വി ശിവദാസൻ, സച്ചിദാനന്ദം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് CPIMന്റെ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം തമിഴ്നാട്ട് കരൂരിലെ, അതായത് കഴിഞ്ഞ 27-ാം തീയതി 41 പേരുടെ ദുരിതത്തിന് ഇടയാക്കിയ തമിഴ്നാട് കരൂരിലെ മരിച്ചവരുടെ വീടുകളും അതേപോലെ തന്നെ ദുരന്തമുണ്ടായ വേലുസ്വാമിപുരവും ഒക്കെ സന്ദർശിക്കുന്നുണ്ട്. കൃത്യമായ രീതിയിൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം CPM ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാടടക്കം വ്യക്തമാക്കിയതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ജുഡീഷ്യൽ അന്വേഷണം CPIM ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഈ CPIMന്റെ നിലപാടുകൾ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് CPIM ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കും. അതായത് MA ബേബിയുടെ പരിപാടികളെ സംബന്ധിച്ച് കരൂർ ജില്ലാ സെക്രട്ടറി, CPIMന്റെ കരൂർ ജില്ലാ സെക്രട്ടറി ജ്യോതി ബസു നമ്മളോട് ഇപ്പോൾ ചേരുന്നുണ്ട്. എന്താ പ്രോഗ്രാം ഷെഡ്യൂൾ? அதாவது காலையில் இப்போ நேராக ஸ்பாட்டுக்கு போகிறோம். ஸ்பாட்டில் போய் நடந்த இடத்த வந்து ஆய்வு பண்ணி அதுக்கப்புறம் ஏமூர்னு ஒரு கிராமத்தில், அந்த ஒரு கிராமத்தில் மட்டும் 5 பேர் இறந்துருக்காங்க. அவர்களை போய் சந்தித்து ஆறுதல் சொல்கிறோம். அதுக்கப்புறம் வந்து மெடிக்கல் காலேஜில் அட்மிஷனில் இருக்கக்கூடியவங்களை பார்த்து அவங்களுக்கு ஆறுதல் சொல்லிவிட்டு ப்ரெஸ்ஸை சந்திக்கிறாரு. பேபி அவர்கள் ப்ரெஸ்ஸை சந்திக்கிறாரு. அவர் ப்ரெஸ் மீட் முடிச்சுட்டு அலுவலகத்திலே ஒரு அஞ்சலி கூட்டம் மெழுகுவர்த்தி ஏந்தி ஒரு ஏற்பாடு பண்ணியிருக்கோம். அதை கலந்து கொண்டு அவர் நிகழ்ச்சியை நிறைவு செய்துட்டு ஈரோடு மார்க்கமாக திருவாரூர் போகிறான்னு நினைக்கிறேன். രാവിലെയാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘം കരൂരിലെത്തിയത്. കേരളത്തിൽ നിന്നുള്ള MPമാരായ കെ രാധാകൃഷ്ണനും വി ശിവദാസനും സംഘത്തിലുണ്ട്. ഈ സ്ഥലം സന്ദർശിച്ച ശേഷം ഉച്ചയോടെ ഈ സംഘത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് സച്ചിൻ വള്ളിക്കാട് നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള സംഘം എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയും അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട TVK നൽകിയ ഹർജിയും ഇന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നുണ്ട്. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് ശേഷം കരൂർ മെഡിക്കൽ കോളേജിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കും. തുടർന്ന് വാർത്താ സമ്മേളനവും നടത്തുമെന്നാണ് വ്യക്തമാക്കിയിട്ടത്. അതേപോലെ തന്നെ ആര്യ പറഞ്ഞതുപോലെ തന്നെ TVK, തമിഴ്നാട് വെട്ടിക്കഴകത്തിനും അതേപോലെ തന്നെ തമിഴ്നാട് സർക്കാർ DMKക്കും ഇന്ന് നിർണായക ദിനമാണ്. കാരണം മദ്രാസ് ഹൈക്കോടതിയിൽ TVK സമർപ്പിച്ച ഹർജിയും അതുപോലെ തന്നെ പൊതു താൽപര്യ ഹർജി, അതായത് TVKയുടെ പരിപാടികൾ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയും ഇന്ന് തമിഴ്നാട്ടിലെ മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കും. അതിനാൽ തന്നെ ഏറെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ TVKക്കും അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാരിനും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ശരി, സച്ചിൻ വള്ളിക്കാടാണ് കരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.